നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തു പറ്റി സീത? നിനക്ക് അസുഖം വല്ലതുണ്ടോ? കൈമാറ്റ. എന്തിനാ മമ്മി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? നീയും പാറും തമ്മിൽ എന്താ ബന്ധം? അവള് വെറും ഒരു ജോലിക്കാരി മാത്രമല്ലേ? അതിനപ്പുറം എന്ത് സ്വാതന്ത്ര്യം അവൾക്ക് നിന്നോടുള്ളത്? എന്തിനാ സീത ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? പാർവതി ഈ വീട്ടിൽ താമസിപ്പിക്കില്ലെന്ന് നീ പറഞ്ഞല്ലോ. കൈലാശം അവളെ വേറെ എവിടെയോ കൊണ്ട് വിട്ടല്ലോ. പിന്നെന്താ പ്രശ്നം? ഇവൻ പാറുവിനെ വിട്ടിട്ടില്ല. അവളുടെ പുറകെ തന്നെയാ. ഒരു വേലക്കാരിയാണെന്ന് പോലും നോക്കാതെ ഇവൻ അവളെ കാറിലിരുത്തി ഡ്രൈവർ പണി എടുത്തോണ്ടിരിക്കുക. പാർവതി എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചതായിരിക്കും. അവന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ, അതിന്റെ നന്ദി കാരണം അവൻ സഹായിച്ചതായിരിക്കും. ഇത് നന്ദി കാണിക്കാനൊന്നുമല്ല. ഇവനെ പാറുവിനോട് എന്തോ ഒരു അടുപ്പമുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ എന്താടാ ഒന്നും പറയാൻ നിൽക്കുന്നേ? പറയടാ. മമ്മി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? ഞാനൊന്ന് പറയട്ടെ. എനിക്ക് വേറെ ഒന്നും കേക്കണ്ട. നീ എന്തിനാണ് അവളെ ഇങ്ങനെ തലയെ കയറ്റി വെച്ചിരിക്കുന്നതെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. ദേ, ഇവൻ എന്തെങ്കിലും പറയുന്ന എനിക്ക് തോന്നുന്നില്ല. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ പാറുവിനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണം. ഇങ്ങനെ അവളെ ശിക്ഷിക്കാനും മാത്രം പാർവതി മമ്മിയോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? എനിക്ക് അവളെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. നീ എന്തിനാ സീത ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ഓവർ റിയാക്ട് ചെയ്യണോ? ഞാൻ പറയുന്നതിനപ്പുറം നിൽക്കാത്ത കൈലാഷ് ആ പെണ്ണിന് വേണ്ടി എന്നോട് തർക്കിക്കാൻ നിൽക്കുക. ഇതെനിക്കൊരു ചെറിയ കാര്യമല്ല. പാർവതി ഇനി ആ കമ്പനിയിൽ ഉണ്ടാവരുത്. മമ്മി വെറുതെ വാശി കാണിക്കരുത്. പാർവതി ഇല്ലെങ്കിൽ ഞാനും ആ കമ്പനിയിൽ ഉണ്ടാവില്ല. ഇവൻ പറഞ്ഞു കേട്ടില്ലേ? അവളില്ലെങ്കിൽ നീ പോകുമെന്ന് പറയാനും മാത്രം ആരാടാ അവളെ നിനക്ക്? പറയടാ. പറയാം. പാർവതിയെ ഞാൻ എന്റെ മുന്നിൽ വെച്ച് നീ അമ്മയെ എതിർത്ത് സംസാരിക്കൂ. അപ്പോ നീ എനിക്ക് എന്ത് വിലയാ തന്നിരിക്കുന്നത്? അകത്ത് പോ. ഡാഡി, എനിക്കൊന്നും കേൾക്കണ്ട, പോകാൻ. എനിക്കവനെ തല്ലേണ്ടി വന്നത് നീ കാരണമാ. വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് വഴക്കുകൂടി നിങ്ങൾ ഈ കുടുംബത്തിന്റെ സമാധാനമാണ് തകർക്കുന്നത്. അത് മറക്കണ്ട. അയ്യോ, അറിയാതെ പറ്റിപ്പോയതാ. കണ്ണില് പോയോ? സാരമില്ല. എനിക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെടുന്ന? പ്രിയഞ്ചേട്ടൻ മുറി പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാനിതൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഈ തുണിയെല്ലാം താൻ ഒറ്റയ്ക്ക് അലക്കി പിഴിഞ്ഞ് വിരിക്കുമ്പോഴേക്കും എത്ര സമയമെടുക്കും? അതിന്റെ ഇടയിലെങ്ങാനും അമ്മയോ കാന്താരിയോ എഴുന്നേറ്റ് തന്നെ കണ്ട എന്റെ കാര്യത്തില് ഒരു തീരുമാനമാവും. അത് ശരി. അപ്പൊ എന്നെ സഹായിക്കാനല്ല പ്രിയഞ്ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അവരുടെ മുൻപിൽ ചെന്ന് ചാടുവോ എന്ന പേടി കാരണമാണ് അല്ലേ? അതല്ല, അങ്ങനെയല്ല. തന്നെ സഹായിക്കലാണ് എന്റെ മെയിൻ ഉദ്ദേശം. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പ്രിയഞ്ചേട്ടൻ പറഞ്ഞതുകൊണ്ടാ ഈ പാതിരാത്രി ഡ്രസ്സ് മുഴുവൻ കഴുകിയിടുന്നത്.
പക്ഷെ ഇതെല്ലാം രാവിലെ ആകുമ്പോഴേക്കും ഉണങ്ങുമോ? അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് വഴി? ഇപ്പൊ വരാം. തുണിയെല്ലാം കഴുകി വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഫാൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഉണക്കിയെടുക്കാം. അത് കൊള്ളാലോ. കാണുന്ന പോലല്ല, പ്രിയൻചേട്ടന് നല്ല ബുദ്ധിയാ. അതെന്താ, കണ്ടാ ബുദ്ധിയുണ്ടെന്ന് തോന്നില്ലേ? അല്ല, ഞാനീ പുകഴ്ത്തിയതാ. നീ പുകഴ്ത്തിയതൊക്കെ മതി, നീ വേഗം തുണി കഴുകാൻ നോക്ക്. ഉം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചുമ്മാ ചോദിക്ക് പാറു. പ്രിയൻചേട്ടൻ എന്താ എന്റെ അടുത്ത് ഒരിക്കലും ദേഷ്യപ്പെടാത്തത്? എന്താ ചോദിച്ചേ? എന്റെ ചോദ്യം പ്രിയൻചേട്ടൻ വ്യക്തമായിട്ട് കേട്ടെന്നൊക്കെ എനിക്കറിയാം. പറ, എന്താ എന്നോട് ദേഷ്യപ്പെടാത്തത്? ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ ഈ ചോദ്യം ചോദിക്കില്ല. നീ എന്റെ ജീവനാ. നിന്നോട് ഞാൻ എങ്ങനെ ദേഷ്യപ്പെടാനാ പാറു? എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. ഇതിനു മുമ്പും നമ്മൾ വഴക്ക് കൂടാറില്ലേ? കഴിഞ്ഞ ദിവസം ടെറസിൽ വെച്ച് ഞാൻ തന്നെ വഴക്ക് പറഞ്ഞത് താൻ മറന്നുപോയോ? അതൊക്കെ പ്രിയൻചേട്ടൻ വെറുതെ അഭിനയിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അഭിനയിക്കുകയാണെന്ന് ആരാ പറഞ്ഞത്? പ്രിയൻചേട്ടന്റെ കണ്ണുകള്. കരുണാകരൻ സാറിനോടും അരവിന്ദ് സാറിനോടും ഒക്കെ പ്രിയൻചേട്ടൻ ശരിക്കും ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും പ്രിയൻചേട്ടൻ എന്നോട് ദേഷ്യപ്പെടാറേ ഇല്ല. അത് എന്നോട് പ്രിയൻചേട്ടനൊരു പ്രത്യേക കരുതല് ഉള്ളതുകൊണ്ടല്ലേ? അങ്ങനെയൊന്നും അല്ല. ഞാൻ ശരിക്കും ദേഷ്യപ്പെട്ട ഭയങ്കര ടെററാ. അത് കണ്ട പാറു പേടിച്ചു. അയ്യടാ, പേടിപ്പിക്കുന്ന ഒരാള്. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ചൂടായാലേ ശിവതാണ്ഡവം പോലെയാണെന്നാ എല്ലാരും പറയുക. എന്നാൽ ആ താണ്ഡവം എനിക്കൊന്ന് കാണണം. കൂടുതലൊന്നും വേണ്ട, എന്നെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയാ മതി. നീ എന്നെ വെല്ലുവിളിക്കാറായോ? അടി വെച്ചെന്നുണ്ടല്ലോ. പ്രിയൻചേട്ടന് ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടാൻ പറ്റില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ എനിക്കും പ്രിയൻചേട്ടനെ ഒരിക്കലും വിട്ടുപോകാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ശരിയാ പാറു, നിന്നെ പോലെ എന്നെ മനസ്സിലാക്കിയ വേറെ ആരുമില്ല.